എന്റെ പൊന്നു മക്കളെ. ഗൈസ്, അങ്ങനെ നമുക്ക് ബാഗൽപൂരിലേക്ക് ഇപ്പൊ ഒരു ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ സമയം കറക്റ്റ് 7:50 ആയിട്ടുണ്ട്. ഒരു UP രജിസ്ട്രേഷൻ വണ്ടി വന്നിട്ടുണ്ട്. അവര് നമ്മളിപ്പോ കൊണ്ടുപോവാണ്. ബാഗൽപൂർ വരെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഹായ് ഭയ്യ, അപ്പ നാം മുകേഷ് യാദവ്. ഓക്കെ, പുള്ളിക്കാരുടെ പേര് മുകേഷ് യാദവ് എന്നാണ്. ഒരാൾ കൂടെ ഉണ്ട് കേട്ടോ. ഹായ്, നമസ്തേ. ഓക്കെ ഗൈസ്, അപ്പോ പുള്ളിക്കാരൻ ഇന്ന് നമ്മളെ ബാഗൽപൂർ വരെ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ടിട്ടെല്ലാം നമുക്കൊരു വശപ്പശകൊക്കെ തോന്നുന്നുണ്ട്. അത് അങ്ങനത്തെ ഒരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ നമുക്ക് അതൊക്കെ വന്ന് കണ്ടാലേ നിങ്ങൾക്ക് അത് മനസ്സിലാവത്തുള്ളൂ. ഭയങ്കര അന്ധകാരം പിടിച്ചൊരു ഏരിയ ആണ്. അതുകൊണ്ട് അത്രയ്ക്കും കുറച്ച് സീനാണ് കേട്ടോ. അതുകൊണ്ട് മാത്രമാണ് ഇതൊക്കെ നദി എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഒന്നും കണ്ടോളൂ കേട്ടോ, അത്രയ്ക്ക് ഇരുട്ടാണ്. 7 മണിയായിട്ടുള്ളെങ്കിലും കണ്ടോ പുറത്തെ ഇരുട്ട് കണ്ടോ. ഒന്നും കാണാൻ പറ്റത്തില്ല. ഇവിടെ 5 മണിയാകുമ്പോഴേ ഭയങ്കര ഇരുട്ടാണ് കേട്ടോ. നമുക്ക് യാത്ര ചെയ്യാൻ പോലും പറ്റാത്തത്ര സീനാണ്. സോ ഇന്ന് ദൈവദൂതനെ പോലെ വന്നിട്ടുണ്ടെന്നാ നമ്മൾ വിചാരിക്കുന്നത്. ദൈവദൂതനാണോ കാലനാണോ എന്ന് ചെല്ലുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ കേട്ടോ. എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും നമ്മൾ ഇതുവരെ എത്തി. ഇനിയും നമുക്ക് മുന്നോട്ട് പോകാനുള്ളതാണ്. വരുന്നതെല്ലാം നേരിടാം എന്നുള്ളൊരു ഇതിൽ തന്നെയാണ് നമ്മൾ പോകുന്നത്. വരുന്നിടത്ത് വെച്ച് കാണാന്നുള്ള രീതിയിലാണ് നമ്മൾ പോകുന്നത്. എന്തായാലും ഓക്കെ, ഓ ഗൈസ്, ഗുഡ് മോർണിംഗ്. സമയം രാവിലെ 8:30 ആയിട്ടുണ്ട്. ഇവിടുത്തെ ക്ലൈമറ്റ് കണ്ടോ. നമ്മൾ ഈ വണ്ടിയിലാ വന്നേ. പുള്ളിക്കാരൻ ബീഹാർ വരെ ഉണ്ട്. നമ്മൾ മിക്കവാറും ബീഹാർ വരെ പുള്ളിക്കാരന്റെ കൂടെ ഉണ്ടാവും. ഇതാട്ടോ വണ്ടിയുടെ ഡ്രൈവർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഓക്കെ ഗൈസ്, അപ്പോ ഇന്നലെ വഴിയിൽ വണ്ടി ഒതുക്കിയിട്ടിട്ട് കിടന്ന് ഉറക്കമൊക്കെ ആയിരുന്നു. ഉറങ്ങി. ടീക്കെ വണ്ടി ഒതുക്കിയിട്ട് ഉറക്കമായിരുന്നു. രാവിലെ 6 മണിയായപ്പോഴാട്ടോ വീണ്ടും യാത്ര തുടങ്ങിയത്. ഇപ്പൊ 8:30 ആണ്. പക്ഷെ ഇവിടുത്തെ ക്ലൈമറ്റ് കണ്ടോ. ഇവിടെ ആൾക്കാരൊക്കെ ചൂട് കിട്ടാൻ വേണ്ടി തീയൊക്കെ ഇട്ടിരിക്കുകയാണ് കേട്ടോ. പുള്ളിക്കാരൻ നമുക്ക് ചായ മേടിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ചായ കുടിക്കാൻ വേണ്ടിട്ട് പോവാണ് കേട്ടോ. മുട്ടായി ജാക്കറ്റൊക്കെ ഇട്ട് നടപ്പുണ്ട്. തണുപ്പെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത തണുപ്പാ കേട്ടോ. എന്റെ ജാക്കറ്റ് ബാഗിനകത്ത് എടുക്കാനുള്ള ഗ്യാപ്പ് കിട്ടിയില്ല. തടുത്ത് വരച്ച് നടക്കുക കേട്ടോ. മൂർത്തിയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇതൊരു ചായ ഷോപ്പാണ്. ചായ കുടിക്കുമ്പോ കുറച്ച് ചൂടാവുണ്ടോ. ധന്യവാദ്. പുള്ളിക്കാരൻ നമ്മുടെ വണ്ടിയിലുള്ളതാണ് കേട്ടോ. താങ്ക് യു. ഓക്കെ ഗൈസ്, അപ്പൊ ചായയൊക്കെ കുടിച്ച് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ചായയൊക്കെ വാങ്ങിയത് ഗൈസ്. ഏകദേശം കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോ ഇനി ഒരു 150 കിലോമീറ്റർ കൂടെ ഇവരോട് യാത്ര പറയാൻ വണ്ടിയോടെ കിടപ്പുണ്ട്. വായിന്ന് മൂക്കിന്നൊക്കെ ആവി വന്നോണ്ടിരിക്കുക. പുള്ളിക്കാരന്റെ വണ്ടിയൊക്കെ നല്ല പോലെ കാണിച്ചു കൊടുക്കാൻ പറയുന്നുണ്ട് കേട്ടോ. ഉണ്ടോ വീഡിയോ എടുത്ത് നടക്കുന്നോണ്ട് പുള്ളിക്കാരൻ ഭയങ്കര സന്തോഷത്തിലാണ്. അധികം നേരം ഇങ്ങനെ വെളിയിൽ നിന്ന് കഴിഞ്ഞാൽ മരവിക്കും കേട്ടോ. ഹൈസായി പോകും മിക്കവാറും. കാരണം ജാക്കറ്റ് പോലും ഇല്ലാണ്ടാ നിക്കുന്നേ.
മനസ്സിലായില്ല. പേടി 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 പേടി. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇതാണ് ഗൈസ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. താങ്ക് യു ഗൈസ്. ഇത് ഇവിടുത്തെ റൊട്ടിയാണ് കേട്ടോ. റൊട്ടിയും ദാൽ കറി, പിന്നെ ഇതെന്തോ ഒരു ഇല വെച്ചിട്ടുള്ള എന്തോ ഒരു കറിയാണ് കേട്ടോ. ഫുഡ് കഴിക്കാം. അച്ഛായേ, സമയം ഇപ്പോ 1 മണിയായിട്ടുണ്ട് കേട്ടോ. പുള്ളിക്കാരന് ഇവിടെ നിന്ന് അങ്ങോട്ടാണ് പോകാനുള്ള, മഹേഷ്പൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തോട്ടാണ് പുള്ളിക്കാരൻ. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് കേട്ടോ. നമ്മൾ ബീഹാർ റൂട്ടിലോട്ടാണ്. അപ്പൊ പുള്ളിക്കാരനും നമ്മളെ വിട്ട് പോവുകയാണ്. അപ്പോ ഓക്കെ ഭയ്യ, ധന്യവാദ്, താങ്ക് യു, ബൈ ഭയ്യ. ठीक है भैया, ठीक है. ഓക്കെ ഗൈസ്, അപ്പോ അവരും നമ്മുടെ അടുത്ത് യാത്ര പറഞ്ഞ് അവരും പോവാണ്. നമുക്കും പോകാം. ഇത് മൊത്തം കാടാണ് കേട്ടോ, കാട് റൂട്ടാണ്. എന്തായാലും ഇവിടെ നിന്ന് എന്തായാലും 5 മണിക്ക് മുന്നേ എങ്കിലും നമുക്ക് ഹൈവേ കയറണം. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ മൊത്തം ഇരുട്ടാവും കേട്ടോ, പിന്നെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റത്തില്ല. സോ നേരത്തെ എത്തണം. പിന്നെ വണ്ടികളും വലുതായിട്ടൊന്നും ഇല്ല, വണ്ടികളൊക്കെ കുറവാണ് ഈ വഴി. മൊത്തം കാടാണ് കേട്ടോ. നമ്മൾ ഇന്നലെ തന്നെ ഏകദേശം 100-200 കിലോമീറ്ററും കാട് തന്നെയായിരുന്നു. ഇന്നലെ കാടിനകത്തൂടെ ആയിരുന്നു. ഇന്നലെ രാത്രി ആ വണ്ടി കിട്ടിയത് കൊണ്ട് മാത്രം ഭാഗ്യം നമുക്ക് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് പോയി. അല്ലാന്നുണ്ടെങ്കിൽ രാത്രി ഈ വഴി യാത്ര ചെയ്യാനൊന്നും പറ്റത്തില്ല കേട്ടോ, ഭയങ്കര സീനാണ്. ഇന്നും നമ്മളിത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയായാലും ഇരുട്ടുന്നതിന് മുന്നേ ഹൈവേ എത്തിക്കഴിഞ്ഞാൽ നല്ലതായിരുന്നു. ജാർഖണ്ഡില് ദുംക എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഇപ്പോൾ. സമയം 2:30 ആയിട്ടുണ്ട്. ഓക്കെ, നമുക്കിവിടെ നിന്ന് ബാഗൽപൂർ പോകണം. അതായത് ബീഹാറാണ്. ബാഗൽപൂർ കയറി അവിടെ നിന്ന് വേണം നേപ്പാളിലോട്ട് പോകാൻ കേട്ടോ. അപ്പോൾ ഫ്രണ്ടിൽ കാണുന്ന കാഴ്ചകളൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ. എൻ്റെ താഴെ എന്തോ പൂക്കളൊക്കെ ഒടിച്ചു കിടപ്പുണ്ട്. നൈസാട്ടോ, അന്യായ സീനറി തന്നെ മൊത്തം. ഇനിയും 100 കണക്കിന് കിലോമീറ്ററുകൾ ഇനിയും പോകാനുണ്ട്. ഇരുട്ടുന്നതിന് മുന്നേ ഇവിടെ നിന്ന് ഇറങ്ങണം. കാരണം ഇവിടെ ഇച്ചിരി കുറച്ച് ഡേഞ്ചർ ഏരിയ ആണ്. സോ നൈറ്റൊന്നും നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് കുറച്ച് നേരത്തെ ഇരുട്ടുന്നതിന് മുന്നേ ഇവിടെ നമുക്ക് ഇറങ്ങണം കേട്ടോ. ഇപ്പോൾ സമയം 2:45. നമ്മള് ഇപ്പോ ഗൊഡ്ഡ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് വരെ നമുക്ക് ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്ന് ഇനി ബാഗൽപൂർ അവിടെ നിന്ന് ഒരു 37 കിലോമീറ്റർ ഉണ്ട്. നമുക്ക് ഇവിടെ നിന്നൊരു ഗ്യാസ് കൊണ്ടുപോകുന്ന ഒരു വണ്ടിയാണ് കിട്ടിയിട്ടുള്ളത്. ഇന്ത്യൻ ഗ്യാസ് ആണ് ഭയ്യ. ആ, നമുക്കിപ്പോ ഒരു ഗ്യാസ് കൊണ്ടുപോകുന്ന വണ്ടി കിട്ടിയിട്ടുണ്ട്, ഇന്ത്യൻ ഗ്യാസിന്റെ. ഇവിടെ നിന്ന് ഗൊഡ്ഡ എന്ന് പറഞ്ഞൊരു സ്ഥലം വരെ ഉണ്ട് കേട്ടോ. അപ്പോ ഇവിടുന്ന് എങ്ങനെയായാലും ഒരു 50 കിലോമീറ്റർ ഉണ്ട്. പുള്ളിക്കാർ അതുവരെ ഉണ്ട്. ധന്യവാദ് ഭയ്യ. ഇവിടെ നിന്ന് ലിഫ്റ്റ് കിട്ടാനൊക്കെ ഭയങ്കര പാടാണ് കേട്ടോ. ഇങ്ങനത്തെ ഒരു ഏരിയയില് ഫുള്ള് കാട് ഏരിയ ആണ് ഗൈസ്. ഇരുട്ടായി കഴിഞ്ഞു കഴിഞ്ഞാലാണ് സീന്. കുഴപ്പമില്ല. അപ്പൊ എന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. എന്നിട്ട് ബാക്കി മുട്ടായി തളർന്നാളാ. മുട്ടായിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്, ഉറങ്ങിയാ മതി. നല്ല ക്ഷീണമുണ്ട്. മുട്ടായിക്ക് ഒന്ന് കുളിച്ചാ കൊള്ളാന്നുണ്ട്. എല്ലാം കൊണ്ട് നമ്മള് നല്ല രീതിയില് തളർന്ന് മുഷിഞ്ഞിരിക്കുകയാണ് കേട്ടോ. നേപ്പാൾ എത്തിയിട്ട് ഒരു ദിവസം ഫുള്ള് കിടക്കണം ഗൈസ്.
അപ്പൊ എന്തായാലും ചന്തുവും വരണുണ്ട് കേട്ടോ. ചന്തു ഗോരഖ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടെന്നാ പറഞ്ഞത്. നമ്മളിനി അവിടെ എപ്പോ എത്തുമെന്നൊന്നും അറിയത്തില്ല. അതുകൊണ്ട് അവന്റെ അടുത്ത് വിളിച്ച് നേരെ നേപ്പാളിലോട്ട് വരാനായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എങ്ങനെയാവുമെന്നൊന്നും അറിയത്തില്ല. എന്തായാലും നമ്മൾ ഇനി അവിടെ എത്താൻ എങ്ങനെയായാലും 2-3 ദിവസം കൂടെ എടുക്കുമെന്ന് തോന്നുന്നു. അറിയത്തില്ല, ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ നമ്മള് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോ ബാക്കി വിശേഷങ്ങൾ കാണാം. ഇവിടെ റോഡിൽ ഇങ്ങനെ കമ്പൊക്കെ വെച്ച് തടഞ്ഞു നിർത്തിയിട്ട് ऐसा बोलेगा गाड़ी के सामने तो हमारा वीडियो लेगा, उसमें क्या दिक्कत है? तुम पैसा ले रहे हैं ना, पैसा देंगे, वीडियो लेगा, वो पहुंचेगा तुम्हारा प्लांट। ऐसा थोड़ी है, ये गैस गाड़ी है, ये गैस गाड़ी है। गैस गाड़ी नहीं रहता तुम पैसा दे गाड़ी देते। के आगे खड़ा हो नहीं वो नहीं वीडियो बनेगा तुम्हारा। काहे वीडियो बनाने का गैस गाड़ी है, हम लोग को पैसा नहीं देता, ये सरकारी गाड़ी होता है। कौन सी का वीडियो बनेगा कौन सी का നിങ്ങൾ ഇപ്പോ കണ്ടത് ഇവിടെ എന്തോ ടൂർണമെന്റോ പരിപാടി എന്തോ ആണ്, ഫുട്ബോൾ ടൂർണമെന്റ് അങ്ങനെ എങ്ങാണ്ടാണ്. അതിന് വേണ്ടിയിട്ട് പൈസ പിരിക്കാൻ വേണ്ടിയിട്ട് റോഡില് തടിയൊക്കെ വെച്ചിട്ട് വണ്ടി തടയുന്ന ആൾക്കാരെയാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത് കേട്ടോ. പൈസ കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് അവര് ചെറിയ ഗുണ്ടായിസം കാണിച്ചതും അതും ഒക്കെയാണ് നിങ്ങളിപ്പോ കണ്ടത്. ഇത് സർക്കാരിന്റെ വണ്ടിയാണ്, അതുകൊണ്ട് പുള്ളിക്കാരൻ പറഞ്ഞ് പൈസ കൊടുക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിപ്പോ വഴി തടഞ്ഞു വെച്ച കാഴ്ചകളൊക്കെയാണ് നിങ്ങളിപ്പോ കണ്ടത് കേട്ടോ. പിന്നെ കുഴപ്പമില്ല, ഇപ്പോ സംസാരിച്ചൊരു 20 രൂപ കൊടുത്ത് ഒതുക്കി നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ ആൾക്കാരല്ലേ, എന്തൊക്കെ ജാതി ആൾക്കാരെ കാണുന്നത്. പുള്ളിക്കാരൻ പറയുന്നത് ഇവിടെ ജാർഖണ്ഡിലുള്ളവരെല്ലാം ഇങ്ങനെയാണ്. അതായത് ഒരു പട്ടി മരിച്ചാൽ പൈസ, ഒരു പശു ഇവിടെ മരിച്ചു കഴിഞ്ഞാൽ അതിന് പൈസ പിരിക്കാൻ ഇറങ്ങും. അങ്ങനെയുള്ള ആൾക്കാരാന്നാ പറയുന്നത് ഇവിടെ മൊത്തം. എന്തൊക്കെ ആൾക്കാരല്ലേ നമ്മൾ കാണുന്നത്. മക്കളെ, സമയം 5:35. നമ്മളിപ്പോ ഗൊഡ്ഡെ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് കേട്ടോ. ഇവിടെ നിന്ന് ഇനി പട്ന എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് അടുത്ത് നമ്മൾ പോകേണ്ടത്. അവിടെ നമ്മൾ ഇന്ന് സോണോലി ബോർഡർ പിടിക്കാൻ വേണ്ടിയിട്ടാ. സോണോലി ബോർഡർ കയറണമെന്നുണ്ടെങ്കിൽ നമ്മൾ പട്ന വഴി പോയാലേ നേരെ എത്തത്തുള്ളൂ. അല്ലാണ്ട് നമ്മൾ ബാഗൽപൂർ വഴി പോകണമെന്നുണ്ടെങ്കിൽ വീണ്ടും ദൂരം കൂടുതലാണ്. അപ്പൊ ഇവിടെ നിന്ന് ഇനി അടുത്ത് പട്നയാണ് കേട്ടോ സ്ഥലം. ഇപ്പോ സമയം 5:35. അപ്പൊ നമുക്ക് യാത്ര തുടങ്ങാം കേട്ടോ. നമ്മൾ ജാർഖണ്ഡ് കാടിൽ നിന്നൊക്കെ ഇറങ്ങി ഹൈവേയിൽ എത്തിയിട്ടുണ്ട്. ഇപ്പൊ സന്തോഷവാനാണ്. ഓക്കെ, അപ്പോ പോവാം. Bye guys.